എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരു വേർഡാണ് സിപ്പ് അല്ലെ? എന്താണ് സിപ്പ്? സിപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം ഫണ്ടാണോ? സിപ്പ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ്. അതായത് നമ്മൾ തീരുമാനിക്കുകയാണ് ഇത്ര എമൗണ്ട് ഒരു മാസം ഞാൻ ഏതെങ്കിലും ഫണ്ടുകളിൽ നിക്ഷേപിക്കാമെന്ന്. അത് അധികം വരുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് 500, 1000, 5000 എത്ര വേണമെങ്കിലും നമുക്ക് സിപ്പ് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്. സിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്, ഒരു രീതിയാണ് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ഒരു വലിയ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരുമിച്ച എമൗണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ പറ്റും. അതല്ല നമ്മൾ സാലറീഡ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ബിസിനസിന്റെ ആൾക്കാരാണ്, അവർക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ എമൗണ്ടുകൾ മാസം മാസം നിക്ഷേപിക്കാമല്ലോ. അപ്പൊ അതിനു വേണ്ടി മാത്രമുള്ളതാണ് ഈ സിപ്പ് എന്ന് പറഞ്ഞ സംഭവം. ഇത് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഓട്ടോ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ ഒരു സിപ്പിന്റെ എമൗണ്ട് നമ്മൾ ഇത്ര എമൗണ്ട് മാസം മാസം എന്റെ ബാങ്കിൽ നിന്ന് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിഡക്ട് ചെയ്ത് കൊള്ളാം എന്നുള്ള സമ്മതം നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ തോന്നും, ഇപ്പോ ഒരു സിപ്പ് ഞാൻ ചെയ്യുമ്പോൾ ഒരു മാസത്തെ സിപ്പ് മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും പെനാൽറ്റി ഉണ്ടോ എന്ന്. ഇത് നമ്മുടെ ലോൺ അടവ് തിരിച്ചടക്കുകയല്ല. അതുകൊണ്ട് തന്നെ ഒരു സിപ്പ് മുടങ്ങി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. അടുത്ത മാസം അവർ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ആ മാസത്തെ എമൗണ്ട് എടുക്കും. ഈ മാസത്തെ എമൗണ്ട് കൂട്ടിയെടുക്കൊന്നുമില്ല കേട്ടോ. ആ മാസത്തെ എമൗണ്ട് അടുത്ത മാസം എടുക്കും. അപ്പൊ ഈ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ പണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു വെറി ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അടുത്ത മാസം എത്ര എമൗണ്ട് ആണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്, ആ എമൗണ്ട് നിങ്ങൾ അക്കൗണ്ടിൽ കട്ടായി പോകും. അപ്പൊ ഇത് മാത്രം മനസ്സിലാക്കുക, സിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ്. അതൊരു ഫണ്ടോ അല്ലെങ്കിൽ ഒരു വേറെ ഒന്നുമല്ല, ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ്. നമ്മൾ പണ്ട് കാലങ്ങളിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് RD ഉണ്ടല്ലോ, അത് മാസം മാസം ഇത്ര എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമല്ലോ, അതിന്റെ സെയിം സംഭവം തന്നെയാണ് ഈ സിപ്പ് എന്ന് പറഞ്ഞാലും. ഇതിൽ യാതൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അത് നമ്മളെ ഫൈനാൻഷ്യലി ഒരു വെൽ ഡിസിപ്ലിൻഡ് ആയ ഒരാള് എങ്ങനെ നമ്മുടെ പണം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു രീതി മാത്രമാണ് സിപ്പ്. ഓക്കെ.